ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും നിനക്ക് സമാധാനം. അനുഗ്രഹിക്കപ്പെടാമോ പരിശ്രമറിയമേ പാപമാകുന്ന മരണത്തിൽ നിന്ന് മരണമുള്ളവരെ സ്വതന്ത്രരാക്കുവാൻ ശരീരപ്രകാരം മരിച്ച നല്ലവനും മരണരഹിതനുമായ കർത്താവേ, നിന്റെ കാരുണ്യത്തിലുള്ള ശരണത്തിൽ നശ്വരലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ ഈ ദാസിക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ താമസിക്ക് പരിപൂർണമായ ആത്മവിശ്രാന്തി നൽകണമേ. നിന്റെ രാജകീയ ഭവനത്തിലെ വിരുന്നിൽ അതിഥികളോടൊപ്പം നിന്റെ ദാസിയെ ഇരുത്തണമേ. എന്തെന്നാൽ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനും എന്നേക്കും സ്തുത്യർഹനുമായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഏകദൈവമേ, നീ നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമാകുന്നു. എന്നാത്മാവേ നാഥനെ വാഴ്ത്തുക. ഹല്ലേലൂയ. മറക്കരുതവനുടെ ഉപകാരങ്ങൾ, നശിന്നും രക്ഷിക്കുന്നോൻ. ഹല്ലേലൂയ. നിൻ രോഗങ്ങളെ സൗഖ്യവുമാക്കും. ബാറയ്ക്കുമോ ശുഭകരാബോലബറോവൽ റൂഹോ കാദീശോ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്നുള്ള നിന്റെ വാഗ്ദാനം നിറവേറ്റുന്നതിന് പ്രതീക്ഷയുള്ള വിശ്വാസികളായ മരിച്ചവർ നിന്റെ എഴുന്നേൽത്ത ദിവസം നോക്കി പാർക്കുന്നു. നിന്നിലുള്ള പ്രത്യാശയോടുകൂടി മരിച്ച നിന്റെ ദാസി കൃപയാൽ ഉയർപ്പിക്കണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നാശത്തിൽ വിതയ്ക്കപ്പെടുന്നവയെ നാശമില്ലാത്തവയായി ഉയർപ്പിക്കുന്നവനും പൗമതിയിൽ വിതയ്ക്കപ്പെടുന്നവയെ മഹത്വത്തോടെ ജീവിപ്പിക്കുന്നവനും പ്രാണമയമായ ശരീരങ്ങൾക്ക് ആത്മിക വസ്തു നേടിക്കൊടുക്കുന്നവനുമായ ജ്ഞാനിയായ സൃഷ്ടാവും സുസ്ഥിരനും നവോത്ഥരനുമായ കർത്താവിനെ നാം ഓർത്ത് മാറ്റപ്പെടുത്തണം. അവന് ദാസിയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. മരണമില്ലാത്ത ദൈവവും മരണമുള്ളതും വഴിയുള്ളതുമായ ഞങ്ങളുടെ പ്രകൃതിയുടെ സൃഷ്ടാവും നാഥനും ജീവനുള്ളവരും മരിച്ചവരുമായ സകലരുടെയും ആത്മാക്കളെ സ്വകരങ്ങളിൽ വഹിച്ചിരിക്കുന്നവനുമായ പുണ്യവാന്മാരുടെ പ്രത്യാശയുമേ, നീ ഓരോരുത്തരും അവനവന്റെ രക്ഷയ്ക്ക് ആവശ്യമായത് കൊടുക്കുന്നു.
അപരിമയമായ നിന്റെ പരിപാലനയായി ഈ ലോകത്തിൽ നിന്ന് ഇവളുടെ ആത്മാവിനെ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹ സമൃദ്ധിയാലും ആർദ്രകരുണയാലും അനുയാത്ര ചെയ്യുന്ന സമാധാന ദൂതന്മാർ മുഖേന നിന്റെ ഈ ദാസിയെ നീ സ്വീകരിക്കണമേ. ദാസി മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ചെയ്തിട്ടുള്ള തെറ്റുകളും പാവങ്ങളും നീ പരിഹരിക്കണമേ. ഞങ്ങളെല്ലാവരും പൂഴിയാണെന്നും പാപബന്ധിതരാണെന്നും നീ അറിയുന്നു. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ നിന്റെ മുമ്പാകെ കുറ്റമറ്റവനാരുമില്ലെന്നും ഭൂമിയിൽ പാപം കൂടാതെ ഒരു നാഴിക പോലും കഴിയുവാൻ ഞങ്ങൾക്ക് ത്രാണിയില്ലെന്നും നീ ഓർക്കണമേ. എങ്കിലും ഞങ്ങളുടെ സങ്കടപൂർണമായ യാതന നിമിത്തം നിന്റെ കൃപയും മനുഷ്യപ്രീതിയും ഇവളിൽ കാണിക്കണമേ. പ്രകാശഭവനങ്ങളിൽ സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടവരുടെ ആദിജാതന്മാരുടെ സംഘത്തിലും ദാസിയെ നീ ആശ്വാസ സമേതം വസിപ്പിക്കണമേ. കർത്താവേ, നീ സത്യമായി അരുളി ചെയ്ത പ്രകാരം മഹാശക്തിയോടും മഹത്വത്തോടും കൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളുകയും വിശുദ്ധ മാലാഖമാർ മുഖേന 4 ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ ഖബറുകളിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഈ ദാസിയെ കരുണാപൂർവ്വം ഓർമ്മിച്ചുകൊള്ളണമേ. ഭയങ്കരമായ നിന്റെ സിംഹാസനത്തിങ്കിൽ അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെ നിന്റെ കരുണ മൂടിക്കളയണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തൃക്കൈ കൊണ്ട് ഞങ്ങളെ നിയമിച്ചുണ്ടാക്കി ഞങ്ങൾ നശിച്ചു പോയപ്പോൾ നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ നീ രക്ഷിച്ചു. നിന്റെ ശരീര രക്തങ്ങളിൽ ഞങ്ങളെ നീ പങ്കുകാരാക്കി. ഞങ്ങളുടെ വചനപ്രകാരവും പ്രവർത്തിക്കനുസരണവും ഞങ്ങളെ നീ വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദുരിതം. ആകയാൽ ഉത്തമനും ദയാലവുമായവനെ മനസ്സിലുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. പാപികളെ നല്ല അന്ത്യത്തിലും അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും അർഹരാക്കണമേ. മനുഷ്യരെ സ്നേഹിക്കുന്നവനും സകലരോട് കരുണ ചെയ്യുന്നവനുമായ ദൈവമേ, സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും നിനക്ക് യോഗ്യമാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങളിൽ നീക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സ്വർഗീയാംഗ്യം മൽപ്രിയരേ, ആത്മത്തെ തനുവിൽ നിന്നും നീക്കിടുവാൻ മാലാഖകളെ വിട്ടിടും സമയം ഘോരം. ദൂതന്മാരെ അകലെ ആത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനേരം ചരിതം പരിശോധിപ്പൂ. പാപമലീമസമായെങ്കിൽ ദുഃഖമോടാൽമം കേളുന്നു. സൽക്കർമ്മങ്ങളെ ദർശിക്കൽ സന്തോഷത്തോടോതിടും. കർത്താവേ, നിൻ തിരുമേയും ശോണിതവും നീ അവനേകി. ന്യായസ്ഥാനി അവരണ്ടും ധൈര്യമെനിക്കേകും ന്യൂനം. ശുദ്ധന്മാർ തൻ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ നിത്യം പാടുന്നു.
മുറിയോറാകേം മലയിന്നു ആധാരേൻ തിരുലിഖിതത്തിൽ പറയുമ്പോൾ പൂവാനങ്ങൾ അഴിവാർന്നീടും താരകൾ നിപതിക്കും ജ്യോതിർ ഗോളങ്ങൾ പ്രഭയില്ലാതാ അന്തിമദിനമതിലെന്നാദാ നിൻ സ്തുതിഗീതം പാടിടുവാൻ ശുദ്ധന്മാരൊന്ന എന്നെയും നിർത്തിയിടണമേ പാർക്കുമോ ശുഭകോലാബോലബറോവൽ റൂഹോ കാദീശോ മനോരം വാരാമലോ ഉൽമീനാമേ ലാസറൈനെ മൃതരിൽ നിന്നും യായിറോസിൻ സുതയെ പോലെ വിധവാസുതനെ വിയർപ്പിപ്പോ ശബ്ദം പുനരുത്ഥാനത്തിൽ മഹിമാദിനമൽ നിന്നെയും കോടിയിൽ നിന്നും പ്രിയ സഹജേ മൃതരായോരെന്നും ഉദ്ധാനം ചെയ്യിപ്പിക്കും മുറിയോറാകെ മലയിനോറാറേ അനുഗ്രഹസമ്പന്നനായ കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണമാകുന്ന നിദ്രയിൽ വലയം പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അർപ്പിച്ച ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, പാവങ്ങളുടെ പരിഹാരത്തിനും നിർദ്ദിസന്ധിയിലുള്ള ധൈര്യത്തിനും ഇവിടെ യോഗ്യാക്കണമേ. മൃതരെ യുദ്ധാനത്തിൽ സ്വർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകിയിടേണം. നീതിവിധീശനോടാത്മാവേവം യാചിച്ചോദിടുന്നതു ഞാൻ. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാനിടയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ മായ്ക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ ബലിയാൽ ആദാമിന്റെ സകല മക്കളെയും പുണ്യമാക്കുകയും ചെയ്ത ഉത്തമനായ കർത്താവിനെ നാം ഓർത്തു മഹത്വപ്പെടുത്തണം. അവന് തന്റെ ദാസിയുടെ പ്രാർത്ഥന കഴിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനുമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ നിന്റെ ദാസിയുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ സ്നേഹിതന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടുകൂടെയും നിന്റെ തിരുവിഷ്ടം പ്രവർത്തിച്ച് നിന്നെ കുറിച്ചുള്ള പ്രത്യാശ നിദ്ര പ്രാപിച്ച സകല വിശ്വാസികളോടുകൂടെയും നിന്റെ പിതാവിന്റെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളിൽ ഈ നിന്റെ മകളെ നീ വസിപ്പിക്കണമേ. ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിന്റെ വലതു ഭാഗത്ത് നിർത്തേണമേ. ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണ ചൊരിയണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. വിരകുന്നു രാജ ജീവൻ മൃതരാം ഏവർക്കും നൽകുന്ന കബറുകളുള്ളിൽ നിന്ന് അവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടും ബാറയ്ക്കുമോ. എന്റെ ശരീരം പക്ഷി ചെരക്തം പാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനായി
എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താ തന്നരുളിന്നു മഹത്വം മുറിയോറാകെ മേലനു ആധാരേ പരമതിനുവരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടേണം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും നാം എവരുടെ മേലും നമ്മിൽ വാങ്ങിപ്പോയ ദാസിയുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ സകലങ്ങളെ സ്തുതി പാർക്കുമോ. ഈശോ മറിയം യോസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഈശോ മറിയം യോസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഈശോ മറിയം യോസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ശീഘ്രം വരും നിന്റെ കാന്തൻ വരും ഇന്നിരുല്ലാസമായി ബഹുകാലം വാഴാൻ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ലോകം വേടിഞ്ഞെന്റെ സ്വർഗീയനാളിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു. ലോകം വേടിഞ്ഞെന്റെ സ്വർഗീയനാളിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു. അന്യൻ പരദേശിയെന്നെന്റെ വീടുത്തിനാൽ സർവസ്വവുമെന്റേടത്രേ. അന്യൻ പരദേശിയെന്നെന്റെ മേലെഴുത്തിനാൽ സർവസ്വവും എന്റേടത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം
എന്നുള്ളൊരു വാഗ്ദത്തം ബോധയവായി എന്നുള്ളൊരു വാഗ്ദത്തം ബോധയവായി പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ. കണ്യവാനായ പിതാവായ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കരുണാനിധിയായ യേശുനാഥ, പൊന്നു കർത്താവേ, ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഒത്തിരി സ്നേഹത്തോടെ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. കർത്താവ് ജീവിതയാത്രയിലുടനീളം കർത്താവെ അങ്ങയുടെ കരങ്ങൾ മുറുകെ പിടിച്ച് വലിയ പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടെ ജീവിച്ച അമ്മച്ചിയുടെ മാതൃകയെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ മക്കളെയെല്ലാം നല്ലപോലെ വളർത്തി കൊച്ചുമക്കളെയും നന്നായിട്ട് ശുശ്രൂഷിച്ചു, കൊച്ചുമക്കളുടെ മക്കളെയും കർത്താവെ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആ നന്മയെ ഓർത്ത് നന്ദി പറയുന്നു. 3 തലമുറയെ കർത്താവെ ജാഗ്രതയോടുകൂടെ ശുശ്രൂഷിക്കുവാനും വളർത്തുവാനും കർത്താവെ അമ്മച്ചിക്ക് ആരോഗ്യവും മനസ്സും കൊടുത്തതിനെ ഓർത്ത് സ്നേഹത്തോടെ നന്ദി പറയുന്നു. കർത്താവെ കുഞ്ഞു മക്കളെയൊക്കെ വളർത്തിയെടുക്കുവാനും കൊച്ചുമക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുവാനും ഒക്കെയുള്ള സവിശേഷമായ കൃപകളും ടാലന്റും കഴിവുകളും ഒക്കെ അമ്മച്ചിക്ക് കൊടുത്തതിനെ ഓർത്ത് സ്നേഹത്തോടെ നന്ദി പറയുന്നു. കർത്താവെ അമ്മച്ചിയുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങയുടെ കരങ്ങൾ മുറുകെ പിടിച്ച് അമ്മച്ചി നടന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ എപ്പോഴും പാട്ടുപാടി അമ്മച്ചിക്ക് അറിയാവുന്ന ഈണങ്ങളിൽ അറിയാവുന്ന ക്രിസ്തീയ ഗാനങ്ങളെല്ലാം പാടി പ്രത്യേകമായ ഒരു ശബ്ദത്തോടുകൂടെ പാട്ടുപാടി നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവെ ജീവിതയാത്ര പൂർത്തിയാക്കിയ അമ്മച്ചിയെ ഓർത്ത് കർത്താവെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. കർത്താവെ അമ്മച്ചിയെ നന്നായിട്ട് നോക്കുവാനുള്ള കൃപ കർത്താവെ കുടിയമാച്ചനും ദീപാന്തിക്കും ജീവനും ജീവിതനും കർത്താവെ പപ്പായ്ക്കും മമ്മിക്കും കർത്താവെ എല്ലാവർക്കും നൽകിയതിനെ ഓർത്ത് കർത്താവെ അമ്മച്ചിക്ക് നല്ല ശുശ്രൂഷ നൽകുവാൻ അമ്മച്ചിയുടെ മക്കൾക്കും കർത്താവെ മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം അനുഗ്രഹം കൊടുത്തതിനെ ഓർത്ത് സ്നേഹത്തോടെ നന്ദി പറയുന്നു. അമ്മച്ചിയെ നന്നായിട്ട് നോക്കുവാനും ശുശ്രൂഷിക്കുവാനും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള കൃപ കർത്താവെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും അങ്ങ് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കരുണാമയനായ ദൈവമേ, അമ്മച്ചിയുടെ ജീവിതത്തിലുള്ള നന്മകളും കൃപകളും അമ്മച്ചിയുടെ പ്രാർത്ഥനാ ചൈതന്യവും ഒക്കെ തലമുറകൾക്കൊരു അനുഗ്രഹമാക്കി മാറ്റുന്നതിനെ ഓർത്ത് സ്നേഹത്തോടെ നന്ദി പറയുന്നു. കർത്താവെ അമ്മച്ചിയുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങോട്ട് ഏറ്റു പറയുവാൻ കർത്താവെ പൊറുതി ചോദിക്കുവാൻ മാപ്പ് ചോദിക്കുവാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കർത്താവെ കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയെ നീതിയുടെ വാതിലിലൂടെ അല്ല പൊന്നു കർത്താവെ കരുണയുടെ വാതിലിലൂടെ തന്നെ കടത്തണമെന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളും കർത്താവെ ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഓർത്ത് നന്ദി പറയുന്നു. വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ അമ്മച്ചിക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അമ്മച്ചിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എത്തുകയും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ട അമ്മച്ചി സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു മധ്യസ്ഥയായി മാറുന്നതിനെ ഓർത്ത് സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം അങ്ങയുടെ പാതാര വൃന്ദങ്ങളിൽ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് സ്വീകരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ. ആമേൻ. കൈക്കൊണ്ട നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവൻ വലഭാഗം സ്തുതി ആകാശഭൂമിനായി ദേവൻ പുരാൻ പരിശുദ്ധൻ 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 ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ വേണ്ടായി നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളോട് കരുണ ചെയ്യുന്ന രാജാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വീക്ഷസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ ബ്രാൻഡമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ നിന്ന യാത്രയായി നിന്റെ അടുക്കൽ വന്നു ചേർന്നിരിക്കുന്ന ഇദാസിയുടെ ആത്മാവിന് സൗഭാഗ്യകരമായ വിശ്രമമാനന്ദകരമായ വിരുന്നും സന്തോഷകരമായ വാസസ്ഥലവും നൽകണമേ. ആരാധ്യത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളി നീതിപൂർവ്വം ഭൂലോകത്തെ ന്യായം വിധിക്കുകയും ഓരോരുത്തരോരുടെ യോഗ്യതയനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ എന്റെ വലതു ഭാഗത്തുള്ള കുഞ്ഞാളോട് ചേരുവാനും അവരോട് ഒന്നിച്ച് നിനക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. അദമ്യർക്കായുദ്ധാനം വാഗ്ദാനം ചെയ്തോൻ മിശിഹ നിൻ ശരണത്തിൽ നിദ്രിതയാം ദാസിക്ക് ഗണമുദ്ധാനം. നിന്ദയങ്കൽ ശരണതയായി നിദ്രയടഞ്ഞോരു സോദരിയെ നിൻ മഹിമോദയ ദിവസത്തിൽ നിൻ കാരുണ്യം കാട്ടേണം. ബാർഖുമോർ ശുഭഹോലാബോ ലബറോവൽ റൂഹോ കാദീശോ ത്വത്തിൻ മർമ്മമതാം ദാതൻ തനയന്നം ഹല്ലേലൂയ നിർമ്മലനാം റൂഹായ്ക്കും സ്തുതി പാടി ചതിരുകയും എഴുന്നള്ളത്താൽ ഭൂതലത്തെ നവീകരിക്കുകയും ശബ്ദത്താൽ മരിച്ചടിപ്പിക്കുകയും ആജ്ഞയാൽ കബറടക്കപ്പെട്ടവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന വിസ്മീനീയ ജീവദാതാവേ നിനക്ക് സ്തുതി. നീ മരിച്ചവരെ മഹിമ ധരിപ്പിക്കുകയും വർണ്ണമില്ലായ്മയെ അവർക്ക് ഭൂഷണമായി കൊടുക്കുകയും ഭക്തന്മാരെ ഉന്നത രാജ്യത്തിലേക്ക് ഉയർത്തി മഹാത്മ്യമേറിയ മണവരിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ജീവനുള്ളവരുടെ തലവനും മരിച്ചുപോയവരുടെ നാഥനുമായ നമസ്കാരം പുരാനേ എന്നിൽ വിശ്വസിക്കുന്നവനും മരിച്ചാലും ജീവിക്കും. ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നിൽ സങ്കേതപ്പെടുന്ന ഏതൊരാത്മാവിന്റെയും പുനരുത്ഥാനവും ജീവനും രക്ഷകനും ഞാനാകുന്നു എന്ന് നിർവ്യാജമായി നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ നിങ്ങളുടെ പ്രത്യാശയോട് കൂടെ ദാസിയുടെ ആത്മാവിനെ നീ ഇപ്പോൾ ദയാപരസ്പരം സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. എന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്നവരും ദുഷ്ടന്മാരുടെ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘങ്ങളിൽ നിന്ന് ഇവിടെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. സമാധാന ദൂതന്മാർ മുഖേന നിന്റെ പരിശുദ്ധന്മാരുടെ സൗഭാഗ്യഭവനങ്ങളിലേക്ക് ഇവിടെ നയിക്കണമേ. കാരുണ്യവാനായ ദൈവമേ നിന്നിൽ വിശ്വസിച്ചവളായി ദാസിയെ രക്ഷിച്ചു കൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ ഇവിടെയും നിന്നെ ഏറ്റുപറയുകയും നിന്റെ വിശുദ്ധ സ്നേഹിതയെ വന്ദിക്കുകയും നവജീവന്റെ അച്ചാരമായി നിന്റെ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ആരെയും നീ ഉപേക്ഷിക്കരുതേ. ദയാലുവായ ദൈവമേ മാമോദീസ നീ നൽകിയ പ്രകാശ വസ്ത്രവും മുഴുവന്റെ മുദ്രയും നിന്റെ ദാസിയിൽ നിന്ന് നീ എടുത്തു കളയരുതേ. ഞങ്ങളെയും പാപരിഹാരമായ നിര്യാണത്തിനും ശുഭകരമായ അന്ത്യത്തിനും നീ ഒരുക്കണമേ. നിന്റെ കൃപയുടെ നെടുവീർപ്പില്ലാത്ത സന്തോഷഭവനങ്ങളുടെ കൃപയുടെ സംരക്ഷണയിൽ ഞങ്ങളെ മറയ്ക്കണമേ. ദുഃഖവും നെടുവീർപ്പുമില്ല സന്തോഷഭവനങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈ ലോകത്തിന് അന്ത്യവും സനാതന ലോകത്തിന് ആരംഭവും കുറിക്കുന്ന അവസാനത്തേതും ആദ്യത്തേതുമായ നിന്റെ മഹാദിവസത്തിൽ നിന്നിൽ നിന്നുള്ള രക്ഷ ഞങ്ങൾക്ക് അനുഭവേദ്യമാകണമേ.
നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വലതു ഭാഗത്തു ഞങ്ങളെ നീ നിർത്തിക്കൊള്ളണമേ. നിന്റെ പുഷ്ടിയേറിയ മേച്ച സ്ഥലങ്ങളിൽ ഞങ്ങളെ മേയിച്ചു കൊള്ളണമേ. നിന്റെ പെരുന്നാൾ ആഘോഷത്തിൽ അണിനിരക്കുന്നവരായ നിന്റെ രക്ഷിത സംഘത്തോടുകൂടി ഞങ്ങളെ നീ ചേർക്കണമേ. നിന്റെയും കാരുണ്യവനായ നിന്റെ പിതാവിന്റെയും പരിശുദ്ധരുടെയും കൃപയാലും മനുഷ്യ സ്നേഹത്താലും നിന്റെ ഭവനത്തിലെ സമൃദ്ധിയാൽ ഞങ്ങളെ പോഷിപ്പിക്കണമേ. ഉത്തമനായ നിന്നെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവിനും എപ്പോഴും നീക്കും സ്തുതി സ്തോത്രം മക്കളപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരരുടെ നാളുകൾ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയനിൽ ജീവസ്വരമാക്കണമേ. കബറിന്നും പരദേശായിക്കാൻ സൗമൻ കാലസ്കുറിയെ വിരേകുന്നോൻ രാജാവിരത്തിൽ എഴുന്നള്ളി ജീവൻ മൃതര ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നെ അവരവരെയോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. ശരീരം ഭാഷി ചന്ദ്രകൃതംബാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നുമായി ജീവിപ്പാൻ അങ്ങത്തേക്ക് മരിച്ചു ഞാൻ എന്നും കാത്ത തന്നരുളിന്നു മഹത്വം മുറിയോറാകെ. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാരത്തിൽ നിന്നുടെ പുതുതാക്കിയിടണമേ. ശരണത്താ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. അപരപരാഹത്തിൻ സഹാക്കുടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും മൃതകന്നുയിരും സുതനും ശരീര മക്കൾ ആത്മീകമായ പിതാവിനെ എമിച്ചിലെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഹൃദയമായിട്ട് ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ്. ഹൃദയമായിട്ട് സ്നേഹവീടിൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ ഒപ്പം കുടുംബത്തോട് ഹൃദയമായ ബന്ധം ഈ കുടുംബത്തിലെ മക്കളുമായിട്ടാണ്. എൻ്റെ മകളും അച്ഛൻ മരിച്ച് ഒന്നിച്ച് വിളിച്ചാണ്. ജയപുജവും ഞാനും ഒന്നിച്ച് വിളിച്ചാണ്. ഞങ്ങൾ പിന്നെ പഴയ ഇടവക്കാരുമാണ്. ആ ഒരു വലിയ ബന്ധം തിരുവനന്തപുരത്തെ ആദ്യകാലത്തെ അംഗങ്ങളുടെ ആളാണ് ഞങ്ങളൊക്കെ. ഈ തിരുവനന്തപുരം കുടിയേറ്റക്കാരൻ്റെ ആദ്യ അംഗങ്ങളിലെ പെട്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് ആ ഒരു ബന്ധമുണ്ട്. കൊച്ചുപിള്ളേർക്ക് നമ്മളൊക്കെ അറിയത്തില്ലായിരിക്കും. എങ്കിൽ പിന്നെ തീർച്ചയായും അമ്മച്ചുള്ള സ്നേഹത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഞങ്ങളുടെയൊക്കെ പ്രത്യേകമായിട്ട് ടീച്ചറിനെയും അറിയിക്കുകയാണ്. മലയാളത്തിൻ്റെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും വിശുദ്ധ പ്രാർത്ഥിച്ചുള്ള കുടുംബാംഗങ്ങളുണ്ട്. ഞാൻ എല്ലാവരുടെയും നാമത്തിൽ കുടുംബത്തിലുള്ളതായ ഞങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയുടെ വയ്യാഴികളിലൊക്കെയും മക്കളെ അമ്മച്ചിയെ ശുശ്രൂഷിച്ചു. ഇതിലൂടെയാണെങ്കിലും ഒക്കെ ശുശ്രൂഷിക്കാൻ അമ്മച്ചിക്ക് നീതീകരണം പ്രാപിച്ചു. അതുതന്നെയാണ് ആധുനിക അവസ്ഥയിൽ അമ്മച്ചിക്ക് വയ്യാത്ത അവസ്ഥയിലുള്ള ശുശ്രൂഷ മാതാപിതാക്കളുടെ ശുശ്രൂഷ നൽകി നീതീകരണം പ്രാപിക്കുവാൻ ദൈവം ഇടവരുത്തി. അമ്മച്ചി സർവ്വതിന് നമുക്ക് വേണ്ടി ഈ ഭവനത്തിലുള്ള മക്കൾക്ക് വേണ്ടി നീതിമാന്മാരുടെ കൂട്ടത്തിൽ നിരന്തരം പ്രാർത്ഥിക്കുവാനായി നിയമിക്കപ്പെട്ട മരണം അങ്ങനെയാണ്. നമുക്ക് മരണം എന്നത് തീർന്നു പോകുന്ന കാര്യമല്ല. പിന്നെയും ഇതിൽ തുടർച്ച ജീവൻ്റെ തുടർച്ചയാണ്. നമ്മൾ കയറവ് തിരിയുമ്പോഴാണ് ഈ ജീവിച്ചിരിക്കുന്ന നമ്മൾ കാണുന്നു. കയറവ് തിരിഞ്ഞാൽ പിന്നെ കാണുന്നില്ല. ഈ കയറവ് തിരിഞ്ഞാൽ അവർ ദൈവത്തെ കൂടുതലടുത്ത് മാലാഖമാരുടെ ഇണക്കി ചേർക്കപ്പെടുകയാണ്.
യഥാർത്ഥ വിശ്വാസത്തിൽ മരിച്ചവരില്ല. അങ്ങനെയാണ് അമ്മച്ചി എങ്ങനെ വിശുദ്ധിയുടെ ഒരു കയറിലേക്ക് തിരിയപ്പെട്ടിരിക്കുന്നു. അതാണ് മരണം. അപ്പോൾ നമ്മൾ മരണത്തിലും പ്രത്യാശയുടെ നിമിഷങ്ങളാണ് നമുക്കുള്ളത്. വേർപാടിൻ്റെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുമ്പോഴും പ്രത്യാശ ഉണ്ടാകട്ടെ. അമ്മച്ചി ഈ ഭവനത്തിലെ മക്കൾക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിലും മാലാഖമാരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ വേദനകളും ഒക്കെ ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി കൂടുതലുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ജോഷുവ അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ദുഃഖകരമായ സാഹചര്യങ്ങളിൽ അച്ഛൻ്റെ ആത്മീയമായ വലിയ ശുശ്രൂഷയുടെ കൃപയും അഭിഷേകവും ഞങ്ങളുടെ ഭവനത്തിലേക്ക് നിറയ്ക്കുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭൂമിക്ക് നൽകാൻ പറ്റാത്ത സ്വർഗത്തിൻ്റെ സമാധാനം ഞങ്ങൾക്ക് അച്ഛൻ പ്രാർത്ഥിച്ച് നേടിത്തന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ഒത്തിരി സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. പ്രിയപ്പെട്ട സാറിനെയും മാമിനെയും സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ഓർക്കുന്നു. ഒത്തിരി താങ്ക്സ് അച്ഛൻ. മുന്നോട്ട് വീട്ടിൽ പ്രാർത്ഥന നമ്മുടെ പള്ളിയിലാണ്. അതെ അതെ. ബഹുമാനപ്പെട്ട സിസ്റ്റർ കുട്ടികൾക്ക് കുടുംബം വളരെ സഹജമായിട്ട് വളരെ അടുത്ത ഒരു കുടുംബമാണ്. പരിക്കൻ ഇടവകയിലെ വളരെ പ്രശസ്തമായ ഒരു കുടുംബമാണത്. മക്കളെല്ലാവരെയും സഭയോടുള്ള ബന്ധത്തിൽ യേശുവിലുള്ള വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് പ്രത്യേക ശ്രദ്ധ കാണിച്ചിരുന്ന ഒരമ്മയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയും ഉത്തരവാദിത്വത്തോടുകൂടിയും ഈ അമ്മയുടെ സംസ്കാരം തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നടത്തുന്നത്. ഈ അമ്മയെ നിങ്ങളെല്ലാവരും ചേർന്ന് പരിരക്ഷിച്ച് നല്ല ഒരു മരണത്തിനായി ഒരുക്കി നല്ല ഒരു സംസ്കാരം നടത്തുന്നതിന് എല്ലാം ചെയ്ത് ഒരുക്കുകയും ചെയ്തു. പിന്നെ പ്രത്യേകം ഞാൻ പ്രാർത്ഥിപ്പിക്കാൻ അതിനെ പ്രവർത്തിക്കാണ്. എപ്പോഴും കുടുംബത്തിലെ നല്ലൊരു കുടുംബസ്ഥനാണ് പരിസ്ഥനാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ അമ്മയുടെ വേറെ യോഗത്തിൽ എല്ലാ വ്യക്തിപരമായ വീണ്ടും തിരുവനന്തപുരം മേഖല അധികൃതരെ പ്രത്യേകിച്ച് അതിൽ ആദരിക്കാനുള്ള തിരുമേനിയുടെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും എല്ലാ ആരാധനകളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് ദൈവം പ്രത്യേകിച്ച് ഈ അന്നത്തെ 86 വർഷം ഈ ലോകത്തിൽ ആയിരിക്കുന്നതിന് വേണ്ട തുക കൊടുത്തു. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. ആയുസ് ട്രെയിൻ ഫുൾ ആയുസിൻ്റെ ഫുള്ളിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് ദൈവാനുഗ്രഹമാണ്. എല്ലാവർക്കും നമുക്കറിയാമല്ലോ. ഓരോരോ എത്രയോ മരണങ്ങളാണ് പ്രായമെത്തുന്നതിന് മുൻപ് തന്നെ നടക്കുന്നത്. എന്നാൽ അന്ന് 56 വയസ്സ് വരെ പൂർണ്ണ വളർച്ചയെത്തി ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന ആളാണ്. നമുക്കെല്ലാം മാർഗം നൽകിയിട്ടുള്ള ആളാണ്. കുടുംബം എങ്ങനെ പരിപാലിക്കണമെന്നും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്നും കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ
ദൈവഭയത്തിൽ വളർത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമ്പത്തെന്ന് മനസ്സിലാക്കിയാണ്. ആ അർത്ഥത്തിൽ ഈ അമ്മ നമ്മുടെ എല്ലാം പ്രശംസ അറിയിക്കുന്ന അമ്മയാണ്. നിങ്ങളെ ശരിയായ രീതിയിൽ വളർത്തി ഓരോരോ നിലയിലേക്ക് എത്തിക്കുന്നതിന് എമ്മ കാണിച്ച വലിയ താല്പര്യം നമുക്കെല്ലാം മാതൃകയാണ്. കുടുംബസ്ഥരായ എല്ലാവർക്കും മാതൃകയാണ്, മറ്റുള്ളവർക്കും മാതൃകയാണ്. അമ്മയുടെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം ദാനം ചെയ്യുകയും ചെയ്യുന്ന മരിച്ചാകുകയും എല്ലാ ഞായറാഴ്ചയിൽ വായന കാണുകയും കർത്താവിനെ ഉള്ളിൽ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ അമ്മ നിത്യസമ്മാനത്തിനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നത്. ഇത് കോവിഡിൻ്റെ ഈ പശ്ചാത്തലമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ പറഞ്ഞത് എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമായിട്ട് ഇവിടെ ആളുകൾ കൂടേണ്ടതാണ്. ഈ കോവിഡിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഈ അമ്മയുടെ അവസാന യാത്രയിൽ എല്ലാവരും ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര അയക്കുന്ന ഈ അമ്മയ്ക്ക് എല്ലാ പ്രാർത്ഥനകളും നമുക്ക് നൽകുകയും ആ അമ്മയുടെ മാതൃക നമുക്ക് പിന്തുടരുകയും ചെയ്യാം. എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടാൽ ലോകാരംഭം മുതൽ നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള ആ നല്ല വാർത്തകൾക്ക് അമ്മയ്ക്കിടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ കുടുംബത്തെയും ഈ അമ്മയുടെ മക്കളെ എല്ലാവരെയും കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും എല്ലാം ദേശനിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നല്ലൊരു യാത്രയായിട്ട് ഈ അമ്മയ്ക്ക് കരുണയുള്ള ദൈവമേ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ ഈ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ദാസിയെ വീണ്ടും കൊള്ളണമേ. ഈ ദാസി നീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ ആസ്ഥാനം പ്രാപിക്കുകയും നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യുവാനിടയാക്കണമേ. മോറൻ ജീവനെടുത്തിടുമ്പോൾ മതിയാർന്നിട്ടവർ ചേരും മണ്ണിൽ കർത്തൃമഹത്വം വാഴട്ടെന്നും മോദിക്കും ലാസറിനെ കബറിൽ നിന്നും ഉയർന്നു നൽകി വിധിവാസനെ മരണത്തിൻ പിടിയിൽ നിന്നും രക്ഷിച്ചവനെ നന്നായി വന്ദിക്കാൻ സ്തുതി എല്ലാവരും പ്രാർത്ഥിച്ചേർന്നവനോട് അനുഗ്രഹങ്ങളും കരുണയും വിചാരിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. രാജാതിരാജാവും കർത്താവും മരിച്ചവരെ ആശ്വസിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ ഏർപ്പിക്കുന്നവനും നിരാശരുടെ പ്രത്യാശയും മൺമറഞ്ഞവരുടെ അവലംബവും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കരയേറ്റുകയും ചെയ്യുന്നവരുടെയും സർവ്വാത്മാക്കളുടെയും തൃക്കൈകളിൽ വഹിക്കുന്നവനുമായ ദൈവമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും പല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ദൈവമേ, ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ആചരിച്ച് നല്ലവരായി ജീവിക്കുവാൻ കൃപാപൂർവ്വം നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. പർദീസായിലെ ആനന്ദം ഞങ്ങൾക്കായി നീ ഒരുക്കി. എന്നാൽ വിദ്വേഷിയായ സാത്താന്റെ വഞ്ചനയും അസൂയയും നിമിത്തം നിന്റെ നിയമം ഞങ്ങൾ ലംഘിച്ചുകൊണ്ട് പർദീസായിൽ നിന്ന് ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു.
നിന്റെ സൃഷ്ടി വൈഭവത്താൽ ഭംഗിയായി സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളുടെ ശരീരം അതെടുക്കപ്പെട്ട മണ്ണിലേക്ക് തിരിച്ചു ചേരുവാൻ നീതിപൂർവ്വം ഞങ്ങളെ നീ വിധിച്ചു. ഈ കാരണത്താൽ തന്നെ പാപം മരണത്തിന്റെ അധികാരം ഞങ്ങളിൽ ഉറപ്പായി രേഖപ്പെടുത്തി. എന്നാൽ നല്ലവനും കരുണയുള്ളവനുമായ ദൈവമേ, നിന്റെ നിത്യമായ സ്നേഹാർദ്രത ഞങ്ങളിൽ ചൊരിയുകയും ഞങ്ങളെ രക്ഷിക്കു വേണ്ടി സ്നേഹം മൂലം ഈ മനുഷ്യാധാരം ചെയ്യുകയും നിത്യമായ കുരിശിനെ നീ കരുണയോടെ ഏൽക്കുകയും ചെയ്തു. ഞങ്ങളെ അന്വേഷിച്ച് നീ അഗാധമായ പാതാളത്തിലേക്ക് ഇറങ്ങുകയും അതിന്റെ ബലമുള്ള വാതിലുകളും സാക്ഷാലും തകർത്ത നാശകരമായ നിരാശയിലകപ്പെട്ടിരുന്ന ആത്മാക്കളെ നീ വിടുവിക്കുകയും ചെയ്തു. നിന്റെ ആടുകളായി ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും നിന്റെ ഭവനാവകാശത്തിലേക്കും നിന്റെ ആരാധനയിലേക്കും നീ തിരികെ വരുത്തി. ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ലാതിരിക്കെ നിന്നോട് അപേക്ഷിക്കുന്നതിനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് തന്നു. ഈ മനോധൈര്യത്തോടുകൂടെ എല്ലാ സ്ഥലത്തു നിന്നും നിദ്രാപിച്ച ഞങ്ങളുടെ പൂർവികരും ആത്മശരീര സംബന്ധമായി ഞങ്ങളോട് ബന്ധപ്പെട്ട പിതാക്കന്മാരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും അപേക്ഷകളും ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്നു. കരുണാപൂർവ്വം ഞങ്ങളുടെ അവരുടെ തെറ്റുകൾ നീ ക്ഷമിക്കണമേ. ഈ ദാസിയുടെ ആത്മാവിനെ നീ ആശ്വസിപ്പിക്കുകയും നിന്റെ പിതാവിന്റെ അനുഗ്രഹീത ഭവനങ്ങളിലേക്ക് ഇവളെ ചേർക്കുകയും ചെയ്യണമേ. പുനരുത്ഥാനത്തിന്റെ മഹാദിവസത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷ സമേതം നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുവാനിടയാക്കണമേ. ങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നടുലോകങ്ങളും നാം പ്രാപിക്കുമാറാകട്ടെ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം സ്വീകരിക്കണമേ. സ്വർഗീയ യെരൂശലേമിലെ മോഹനീയ വാസസ്ഥലങ്ങളിൽ ഇവിടെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകമോ പ്രസന്നതയ്ക്കും ഈ ദാസി അർഹരാക്കണമേ. ഹോശോ വകുലശുപാലവൽമീ ദേവേശാനിൻ പരിചാരികതന്നാത്മത്തെ ശാന്തി സമേതം കൈക്കൊള്ളുക, ഇവർ തൻ കുറ്റം മോചിക്ക. ഇവളെ വിധിക്കരുതേ നാഥാ, വിലതീൻ അവരാദികളീച്ചിടം നരകത്തിൽ ഇവൾ രക്ഷിതയാൽ കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമോഹന പൂവേണം പാർക്കുക. അവരുടെ മേൽക്കല്ലിലറിഞ്ഞ് പരിഹാരമോകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്താരം ചെയ്യുന്നൂലം. അവരങ്ങേദാസന്മാരും പങ്കാളികളും നനയരുമാം നിങ്ങൾ നിന്നവരെ രക്ഷി രാജ്യം മുറിയോറാകെ കന്യകമാരൊപ്പം ചേരും നീ സകജേ പുനരുത്ഥാനത്തിൽ യാകുലലോകമേതൻ ചിന്താവിഷയമതായി ആദിമകാലത്തെ എന്മാനസ
തന്നുയിരും സുരനെന്നു ശരീരാ മക്കളപ്പൻ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ആത്മീയമായ ശുശ്രൂഷ നമ്മളോട് സംബന്ധിച്ച് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസിയായ നിങ്ങളെ പരേതരെയും പുണ്യപ്പെടുത്തുമാറാകട്ടെ. കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ സിംഹാസനത്തിൽ നിന്ന് കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. പറയ്ക്കുമോർ ഹോശോ പ്രിയപ്പെട്ട മോൺസിഞ്ഞർ അച്ഛൻ, മലങ്കര സഭയുടെ തിരുവനന്തപുരം മേഖല തിരുവനന്തപുരയുടെ ചീഫ് വികാരി ജനറൽ മോൺസിഞ്ഞർ മാത്യു മനക്കരക്കാവ് കോറപ്പിസ്കോപ്പ അച്ഛൻ, മാർ ഇവാനിയസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ, നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹവും ബന്ധവും എല്ലാം പുതുക്കിക്കൊണ്ട് ഈ സങ്കടവേളയിൽ വരികയും നമുക്കെല്ലാവർക്കും വലിയ സമാധാനവും ശാന്തിയും നൽകത്തക്ക രീതിയിൽ മൂന്നാമത്തെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മോൺസിഞ്ഞർ അച്ഛന് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയും സ്നേഹവും കടപ്പാടും പ്രാർത്ഥനയും.
നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ ഊറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണിയത്തും ഏളിപ്പോൽ പ്രകാശവാൻ ദൂതവിളിക്കുന്നേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും തൊണ്ണൂറാം സങ്കീർത്തനം. അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും. കർത്താവെ, അങ്ങ് തലമുറ തലമുറകളായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുൻപ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യ മക്കളെ തിരിച്ചു പോകുവിനെന്ന് അങ്ങ് പറയുന്നു. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ല് പോലെയാണ് അവൻ. പ്രഭാതത്തിൽ അത് തടിച്ചു വളരുന്നു, സായാഹ്നത്തിൽ അത് വാടിത്തിരിയുന്നു. അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു, അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട്, ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു.
ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിന് നിഴലിൽ കടന്നു പോകുന്നു. ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർ പോലെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിന്റെ ഭീകരതയും ആരറിഞ്ഞിട്ടുണ്ട്? ഞങ്ങളുടെ ആയുസിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ. കർത്താവെ, മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിടത്തോളം ദിവസങ്ങളും, അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും, ഞങ്ങൾ ദുരിതം അനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടുന്നുണ്ടറിടയെത്തി കർത്തനോടു കൂടി വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവൻ വരവു സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കലിന്നാത്മാവിനായി യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ലോകത്തിൻ ഭാരത കോമളത്വം, വസ്തുവകകൾ പൊന്നാടയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ, മീനുള്ള രോഷനെ നിത്യഗൃഹം, യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. പൂർവപിതാക്കളാമപ്പസ്തോലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം, ആകയാൽ ചെയ്തമിന്നിന്നീ ലാഭം, അങ്ങേരിന്നീ ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി,
ശുഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപ്പാദത്തിൽ. അംഗം പ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും നീരുക്കത്തിനൊപ്പം ഞാൻ തിന്നിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ജീവനേശുവിനർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാനെത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കി കടൽ തീരത്തിൽ യേശുവിൻ പൊൻമുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും വാഴ്ത്തുക. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയുമില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നുമില്ല. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. ഇതിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ
കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ്. കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ രൂപങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. കൂടാരമെന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു. അങ്ങയുടെ മന്ദിരത്തിന്റെ തുലാങ്ങൾ ജലത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു. അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി. അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു. അത് ഒരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആടികൊണ്ട് അതിനെ ആവരണം ചെയ്യുന്നു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അങ്ങ് ശാസിക്കുമ്പോൾ അവ ഓടിയകലുന്നു. അങ്ങ് ഇടിമുഴക്കുമ്പോൾ അവ പലായനം ചെയ്യുന്നു. അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു. ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങ് അതിന് അലംഘനീയമായ അതിര് നിശ്ചയിച്ചു. അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവകളെ ഒഴുക്കുന്നു. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു. കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. ആകാശപ്പറവകൾ അവയുടെ തീരത്ത് വസിക്കുന്നു. മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു. അവിടുന്ന് തന്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി സംതൃപ്തി അടയുന്നു. അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങളും മുളപ്പിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും മുഖം മിനുക്കാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു. കർത്താവിന്റെ വൃക്ഷങ്ങൾക്ക് അവിടുന്ന് നട്ടുപിടിപ്പിച്ച ലബനോനിലെ ദേവദാരുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കുന്നു. അവയിൽ പക്ഷികൾ കൂട്ടുകൂടുന്നു. കൊക്ക് ദേവദാരുകൾ ചേക്കേറുന്നു. ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാണ്. ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു. സൂര്യന് തന്റെ അസ്തമയം അറിയാം. അവിടുന്ന് ഇരുട്ട് വരുത്തുന്നു, രാത്രിയാക്കുന്നു. അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു. യുവസിംഹങ്ങൾ ഇരയ്ക്ക് വേണ്ടി അലറുന്നു. ദൈവത്തോട് അവ ഇര ചോദിക്കുന്നു. സൂര്യനുദിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു. അപ്പോൾ മനുഷ്യർ വേലക്കിറങ്ങുന്നു. സന്ധ്യയോളം അവർ അധ്വാനിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അതാ വിസ്തൃതമായ മഹാസമുദ്രം, ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു. അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ലവിയാതൻ അതിൽ വിഹരിക്കുന്നു. യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങേ നോക്കിയിരിക്കുന്നു. അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു. അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. അവിടുന്ന് മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച പൂഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവിന്റെ മഹത്വം എന്നേക്ക് നിലനിൽക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. അവിടുന്ന് നോക്കുമ്പോൾ ഭൂമി വിറകൊള്ളുന്നു. അവിടുന്ന് സ്പർശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും. ആയുഷ്കാലം അത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. എൻ്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. പാപികൾ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടട്ടെ. ദുഷ്ടന്മാർ ഇല്ലാതാകട്ടെ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, കർത്താവിനെ സ്തുതിക്കുക. നേരം തിരുമാർവോടണഞ്ഞിടുമേ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ.
ദൂതസംഗമാകവേ എന്നെ തീരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ നീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഗമാകവേ എന്നെ തിരക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. താതൻ പേർക്കായി സേവ ചെയ്തതായി താതനെന്നെ മാനിക്കുവാനായി. താതൻ പേർക്കായി സേവ ചെയ്തതായി താതനെന്നെ മാനിക്കുവാനായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ കൈകളാൽ തീർക്കപ്പെടാത്തതാ പൊതുശാലേ നഗരമതി. കൈകളാൽ തീർക്കപ്പെടാത്തതാ പൊതുശാലേ നഗരമതി. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടി വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടി വാഴുമേ. ദൂതസംഗമാകവേ എന്നെ തിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ
പാടിടും ഞാൻ. ലോകേ ഞാനെൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗേ വീരന്നിനായി. ലോകേ ഞാനെൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗേ വീരന്നിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരമേശു രാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരമേശു രാജൻ സന്നിധോ. ദൂതസംഗമാകവേ എന്നെ തിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയാൻ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാൻ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. തൊണ്ണൂറാം സങ്കീർത്തനം. അനുചെല്ലാജീവവും നിശ്ചല്ലാമേ. കർത്താവേ, അങ്ങ് തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഭൂമിയും ലോകവും അങ്ങനെ നിർമ്മിക്കുന്നതിന് മുമ്പേ അനാദി മുതൽ അനന്തതോടെ അവിടുന്ന് ദൈവമാണ്. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ തിരിച്ചു പോകുകയില്ലെന്നങ്ങ് പറയുന്നു. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയി നില പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തിളച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ നീട്ടുന്ന പുലുപോലെയാണവൻ. പ്രഭാതത്തിലത് തഴച്ചു വളരുന്നു, സായാഹ്നത്തിലത് വാടിക്കരിയുന്നു. അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു, അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൽ കടന്നു പോകുന്നു. ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും കാലം അത്രയും അവസാനം ഒന്നിനുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിന്റെ ഭീതിയും ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആയുഷിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ. കർത്താവേ, മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലു തോന്നണമേ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങളെ സന്തോഷിച്ചിലെത്തിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. അങ്ങയുടെ ദാസന്മാർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധന്മാരെ രക്ഷണമിയാൾക്കു നൽകാം. വരുവിൻ മാനവവൃന്ദമിയാളെ എതിരേൽക്കാനതിമോദം വഹിക്കുവിൻ കരതാരിയാളുടെ ആത്മാവിനെ നിങ്ങൾ പരമോന്നതനാം കർത്താവിൻ തിരുസന്നിധി ചേർത്തിടുവിൻ. സന്നിധി ചേർത്തിടുവിൻ. നിന്നെ വിളിച്ചു മിശിഹാനാഥൻ തന്നുടെ സവിധം പോകാം. കൈക്കൊള്ളണമേ രക്ഷകനേശം തൻ തിരുകൃപയതിനാലേ. തൻ തിരുകൃപയതിനാലേ. പൂർവപിതാവാ അബ്രാഹാമിനുടെ മടിയിൽ നിന്നെ അണയ്ക്കാം. മാലാഖമാർ നിരനിരയായി ആഗതരായിടട്ടെ. ആഗതരായിടട്ടെ. നാഥാനിത്യമതാം വിശ്രാന്തി കൽപ്പിച്ചരുളണമേ. നാഥാനിത്യവെളിച്ചമിയാളിൽ ശോഭിതമാക്കണമേ. ശോഭിതമാക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിലാകുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വിലാപം അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയ നമ്മുടെ ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ വർണ്ണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, ജ്ഞാനസ്നാനത്താൽ ഉദ്ധിതവും പരിശുദ്ധ കുർബാനയാൽ പരിപോഷിതവും വിശുദ്ധ തൈലത്താൽ വിശുദ്ധവുമായ ഈ ശരീരത്തെ നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമന വേളയിൽ പുനർജീവൻ നൽകി തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ചേർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപിനിക്ക് പൊറുതി കൊടുത്ത് അവിടെ വിശുദ്ധീകരിച്ച കർത്താവെ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവനെ വിശുദ്ധീകരിക്കണമേ. മാനുഷികമായ ബലഹീനതയാൽ ഈ ആൾ ജീവിതകാലത്ത് ചെയ്തിരിക്കാനിടയുള്ള പാപങ്ങൾക്ക് മോചനം നൽകി മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സജീവവും ജീവിതാവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നിലവിളിയിലൂടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും അങ്ങനെ സുഖഭാഗത്ത് നിർത്തുകയും ചെയ്യുന്നതിന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ,
ഈ ലോകത്ത് നിന്ന് അങ്ങ് വിളിക്കാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസി ഏലിയമ്മ ജോണിനെ അങ്ങ് സ്വീകരിക്കണമേ. ഇയാളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദം നൽകി അനുഗ്രഹിക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇയാളെയും ചേർത്ത് ഉയർപ്പിന്റെ മഹിമയിൽ പങ്കാളിയാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവെ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഈ സഹോദരയുടെ ആത്മാവ് മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും തമ്പുരാന്റെ കൃപയിൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ. കുന്നൽ നിത്യസഹായ മാതാ ഇടവകയിലെ ഞങ്ങളുടെ ഭവനത്തിനോട് ചേർന്നിരിക്കുന്ന കത്തോലിക്ക ദേവാലയത്തിലെ പ്രിയപ്പെട്ട അച്ഛനും ഇടവക വിശ്വാസികൾക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ കുടുംബത്തിൻ്റെ സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഞങ്ങളെ വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈശോ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വെച്ചിരിക്കുന്നു. പൂർണ്ണമായും ഈ അമ്മച്ചയുടെ വേർപാടിൽ ദുഃഖിച്ച് കഴിയുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ നമുക്ക് ആശ്വസിക്കാം. ദൈവകരങ്ങളിലാണ് ഈ പ്രിയപ്പെട്ട അമ്മ യാത്രയായിരിക്കുന്നത്. അപ്പോൾ ഒരു ദുഃഖത്തിനോ വിലാപത്തിനോ അല്ല, വേദനകളുടെ നിമിഷമാണെങ്കിൽ പോലും സന്തോഷത്തോടെ ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുടെ പ്രതീക്ഷയായി ഈ പരേതാത്മാവ് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഭവനത്തിലെ മൂന്നാമത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സുബ്രഹ്മണ്യനാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് കുടുംബങ്ങളുടെ പേരിൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യും. കരുണയുള്ള ദൈവമേ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യം നമ്മയുടെ നീ വീണ്ടും കൊള്ളണമേ. ഈ ദാസ്യനീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ ആ സ്ഥാനം പ്രാപിക്കുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ നീക്കും വസിക്കുകയും ജീവടയാക്കണമേ. മോറൻ വാലോഹാലമേ, നീ ജീവൻ എടുത്തിടുമ്പോൾ ഹാലേലൂയായോ ഹാലേലൂയ, മൃതിയാന്നിട്ടവ ചേരും മണ്ണിൽ സ്നേഹിതനാം ലാസറിനെ കബറിന്നും ഉയർ നൽകി വിധവാസുതനെ മരണത്തിൻ്റെ പിടിയും രക്ഷിച്ചവനെ നാമൊന്ന വന്ദിക്കാൻ സ്തുതി പാടിയിടാം നിതരാം പ്രിയരേ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഏഴുകളും പാപികളുമാണ് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. രാജാധിരാജാവും കർത്താധികർത്താവും മരിച്ചവരെ ആശ്വസിപ്പിക്കുന്നവനും കബറടങ്ങിയവരെ ഉയർപ്പിക്കുന്നവനും നിരാശരുടെ പ്രത്യാശയും മൺമറഞ്ഞവരുടെ അവലംബവും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കരയേറ്റുകയും ചെയ്യുന്നവനും സർവരുടെയും ആത്മാക്കളെ തൃക്കൈകളിൽ വഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവിന് സ്തുതി.
തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്ത് അടിയങ്ങൾ ആയുസോടിരിക്കുന്ന നാളുകൾ മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയോന് യോഗ്യമാകുന്നു. ബഹുലഹുന്യോമോ സോദഹായെല്ലാം ദൈവമേ, ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ആചരിച്ച് നല്ലവരായി ജീവിക്കുവാൻ കൃപാപൂർവം നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. പറുദീസായ ആനന്ദം ഞങ്ങൾക്കായി നീ ഒരുക്കി. എന്നാൽ വിദ്വേഷിയായ സാത്താൻ വഞ്ചനയും അസൂയ നിമിത്തം നിന്റെ നിയമം ഞങ്ങൾ ലംഘിച്ചുകൊണ്ട് പറുദീസായിൽ നിന്നും ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു. നിന്റെ സൃഷ്ടി വൈഭവത്താൽ ഭംഗിയായി സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളുടെ ശരീരം അതെടുക്കപ്പെട്ട മണ്ണിലേക്ക് തിരികെ ചേരുവാൻ നീതിപൂർവം ഞങ്ങളെ നീ വിധിച്ചു. ഈ കാരണത്താൽ തന്നെ പാപം മരണത്തിന്റെ അധികാരം ഞങ്ങളിൽ ഉറപ്പായി രേഖപ്പെടുത്തി. എന്നാൽ നല്ലവനും കരുണയുള്ളവനുമായ കർത്താവേ, നിന്റെ നിത്യമായ സ്നേഹാർദ്രത ഞങ്ങളിൽ നീ ചൊരിയുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹം മൂലം നീ മനുഷ്യാവതാരം ചെയ്യുകയും നിന്ദ്യമായ കുരിശിനെ നീ കരുണയോടെ ഏൽക്കുകയും ചെയ്തു. ഞങ്ങളെ അന്വേഷിച്ച് അഗാധമായ പാതാളത്തിലേക്ക് ഇറങ്ങിയും അതിന്റെ ബലമുള്ള വാതിലുകളും സാക്ഷാങ്ങളും തകർത്ത് നാശകരമായ നിരാശയിൽ അകപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ നീ വിടുവിക്കുകയും ചെയ്തു. നിന്റെ ആടുകളായ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും നിന്റെ ഭവന അവകാശത്തിലേക്കും നിന്റെ ആരാധനയിലേക്കും നീ തിരികെ വരുത്തി. ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ലാതിരിക്കെ നിന്നോട് അപേക്ഷിക്കുന്നതിനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് തന്നു. ഈ മനോധൈര്യത്തോടുകൂടെ എല്ലാ സ്ഥലത്തു നിന്നും നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പൂർവികരും ആത്മശരീര സംബന്ധമായി ഞങ്ങളോട് ബന്ധപ്പെട്ട പിതാക്കന്മാരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും അപേക്ഷകളും ഞങ്ങൾ നിനക്കർപ്പിക്കുന്നു. കരുണാപൂർവം അവരുടെ തെറ്റുകൾ നീ ക്ഷമിക്കണമേ. ഈ ദാസിയുടെ ആത്മാവിനെ നീ ആശ്വസിപ്പിക്കുകയും നിന്റെ പിതാവിന്റെ അനുഗ്രഹീത ഭവനങ്ങളിലേക്ക് ഈ ദാസിയെ ചേർക്കുകയും ചെയ്യണമേ. പുനരുദ്ധാനത്തിന്റെ മഹാദിവസത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷ സമേതം നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുവാനിടയാകണമേ. ഓശോ മകരകപാടത്തിൽ കൂടെ പോകും നേരം ഞാൻ കേട്ടൊരു നാദം അരികെ ചെന്ന് ശ്രദ്ധിച്ചു നിന്നു. കേരം തോന്നും നാദത്തെ കോമളരൂപത്തരുടന്മാരെയും ബാലന്മാരെയും കണ്ടു. ഉന്നതജാത വനിതകളും ദാസി വൃന്ദവുമാഴലാൽ പാടുന്നു. പാതാളത്തിൽ പാഴായി തീർന്നീടും രൂപത്തിന്മേൽ കർത്താവേ, ജീവൻ നൽകി പ്രഭയേറും വാസം സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപം നീ സ്വീകരിക്കണമേ. സ്വകീയ ജെറുസലേമിലെ മോഹനീയ വാസസ്ഥലങ്ങളെ ദാസി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് ഈ ദാസി അർഹയാക്കണമേ. മോറൻ ദേവേശാലിൻ പരിചാരികതന്നാത്മത്തെ ശാന്തി സമേതം കൈക്കൊള്ളുക. ഇവതൻ കുറ്റം മോചിക്ക, ഇവളെ വിധിക്കരുതേ നാഥ. പിഴവീണ്ട തോന്നിയേകൻ അപരാധികളർഹിച്ചിടും. നരകത്തിനിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പൂവേണം. ശുഭമൂലാമൂലബ്രോവൽ റൂഹുക്കാദീശോ വിനോരം വാദാവിനോരം വൽമീനാമി വേണ്ടാമൃതിയേ
ചിന്താ വിഷയമതാ ആദിമകാലത്തെ കെന്മാനസമോടി ജീവൻ പോയി പോവേ പിരിയും മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവീർപ്പുയരുന്നു ആയില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താ കേണീടും നല്ലോ വന്നവനും വരുവോനും ബ്രതന്നുയരും സ്തുതനന്നു ശരീരാ മക്കൾ പാടണമേ. കർത്താവിലേറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് ഈ അമ്മയുടെ ഏറ്റവും അടുത്ത മക്കൾ, ഒരു മക്കൾ, ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ അവസാന അന്ത്യചുംബനം നൽകി അതിനുശേഷം ധൂപം വെച്ച് നമ്മൾ മൃതദേഹം നമ്മുടെ ഇടവകയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇന്ന് ഈ അമ്മയ്ക്ക്, പ്രിയപ്പെട്ട അമ്മയ്ക്ക് അന്ത്യചുംബനം നൽകി നമ്മൾ ഭവനത്തിൽ നിന്ന് യാത്ര പോകുന്നു. ഏറ്റവും അടുത്തതായി എൻ്റെ മക്കൾ
ഭക്തനപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാഗലഹോ ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ മിനോലം വാദാമിനോലം മീനാമീ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുടർക്കണമേ കബറിനും ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു. കബറുകളിൽ നിന്നെ അവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം പാതാളത്തിൽ പോകാനായി വീണാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുടെന്നു മഹത്വം മുറിയോറാകി മേലനുവാദാരേ കള്ളന് കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടീടേണം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തരാപദാവാദികത്താൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷ ഞങ്ങളോടുകൂടെ സമ്മതി ഞങ്ങളെല്ലാ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നമ്മൾ വാങ്ങിപ്പോയി വത്സരദാസരാത്മാ ദൈവം സ്വീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആർക്കെങ്കിലും വന്ന് കാണാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങുക. അതിനുശേഷം ഭവനത്തിലായിരിക്കുന്നവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് മൃതദേഹം എടുത്ത് നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകും. Yeah.